സുഹൃത്തുക്കളെ, അവസാനം അങ്ങനെ ഞാൻ CPI-യിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ ചേരാൻ തീരുമാനിച്ചു. CPI വേർപെട്ടിട്ടാണ്, അതിൽ നിന്ന് വിഭജിച്ച് പോന്നിട്ടാണ് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിപ്പോന്നിട്ടാണ് CPM ഉണ്ടാവുന്നത്, അറിയാലോ. അപ്പോൾ CPI-യിൽ ചേരാൻ തീരുമാനിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇന്നലത്തെ മലയാള മനോരമ പത്രത്തിൻ്റെ കൊച്ചി എഡിഷനിലെ 6-ാമത്തെ പേജിൽ 8-ാമത്തെ കോളത്തിൽ ഏറ്റവും അവസാനം ഒരു വാർത്തയുണ്ട്. മദ്യപാനം ശീലമാക്കരുത്, CPI മദ്യപിക്കരുത് എന്നല്ല. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത് മദ്യം പാടില്ല, മദ്യപിക്കരുതെന്നാണ്. രണ്ടും ഇവിടെ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും CPI-യുടെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ നിരന്തരമായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. BJP-യുടെ പ്രവർത്തകരും മദ്യപിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ മദ്യപിച്ചിട്ടുണ്ട്. പക്ഷേ RSSകാർ മദ്യപിക്കൂല. RSSകാരെ അതിന് കിട്ടൂല, സേവാഭാരതിക്കാരെ അതിന് കിട്ടൂല. കാരണം അവർക്ക് ഭയങ്കര ചിട്ടയിലുള്ള ജീവിതമാണ്. ജമാഅത്ത് ഇസ്ലാമിക്കാരെൻ്റെ കൂടെ മദ്യപിച്ചിട്ടില്ല. രഹസ്യമായിട്ട് എവിടെയും കഴിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മദ്യപിച്ചിട്ടില്ലെങ്കിൽ അതിനേക്കാളും വലിയ വിഷമുള്ള ചിന്തയാണ് അവർ പ്രകടിപ്പിക്കാറുള്ളത്. RSSകാർക്ക് പിന്നെ മദ്യപിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു, അവരെ കഥ കഴിഞ്ഞു. പിന്നെ ഒരു സംഘടനയിലും ഇല്ല, ഒന്നുമില്ല, ഒക്കെ ഇതാവും. CPM-ൻ്റെ ഒക്കെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടിരുന്ന് കഴിച്ചിട്ടുണ്ട്. ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെ കൂടെ കഴിച്ചിട്ടുണ്ട്. പല യാത്ര പോകുമ്പോൾ സമരത്തിന് പോകുമ്പോൾ വരെ ബസ്സിലിരുന്ന് ഒഴിച്ച് കഴിച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. എന്തായാലും CPI ഇതിൽ കുറച്ച് ഉദാരമായ, പക്ഷേ ഇത് വേറെ എതിരാളികൾ പാർട്ടി കമ്മിറ്റിയിൽ വിമർശനമായിട്ട് കൊണ്ടുവരും. CPI വളരെ ഉദാരമായൊരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു. മദ്യപാനം ശീലമാക്കരുത്. തിരുവനന്തപുരം: മദ്യപാനം ശീലമാക്കുകയോ പൊതുസ്ഥലങ്ങളിൽ മദ്യപിച്ച നിലയിൽ പങ്കെടുത്ത് പാർട്ടിയുടെ യശസ്സിന് കളങ്കമുണ്ടാക്കുകയോ ചെയ്യരുതെന്ന് CPI മദ്യവർജനമാണ് പാർട്ടിയുടെ നയം. പാർട്ടി സമ്മേളനങ്ങൾക്കായി CPI ഇറക്കിയ പെരുമാറ്റച്ചട്ടത്തിൽ വ്യക്തമാക്കി. മദ്യപാനം ശീലമാക്കരുതെന്ന വ്യവസ്ഥയിൽ തന്നെ പാർട്ടി നിലപാട് വ്യക്തമാണെന്ന് നേതാക്കൾ പറഞ്ഞു. അതായത് പാർട്ടി സമ്മേളനത്തിന് പോകുമ്പോൾ വെള്ളമടിച്ച് ചർച്ചയ്ക്ക് കയറാൻ പോകരുത് എന്നർത്ഥം. പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ വെള്ളമടിക്കരുത്. നിങ്ങളൊന്ന് എവിടെയെങ്കിലും പരസ്യമായിട്ട് മദ്യപിക്കരുത്. ഒന്നുകിലും നാട്ടിൽ നിന്ന് വിട്ടിട്ട്, എനിക്കറിയാവുന്ന കുറേ ആൾക്കാർ അങ്ങനെയാണ്, അവനവൻ്റെ ജില്ലയിൽ നിന്ന് അടിക്കില്ല, ആ ജില്ല വിട്ട് പുറത്ത് പോയിട്ടാണ് മദ്യപിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ. CPI-യിലായാലും CPM-ലാണെങ്കിലും ഒക്കെ അപ്പോൾ ഇതിങ്ങനെ ആർത്തിയോടുകൂടി വയറ് നിറച്ച് കുടിച്ച് അവസാനം വാള് വെക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെയുണ്ട്. മദ്യവർജനമാണ് നയം. പക്ഷേ പൊതുസ്ഥലങ്ങളിൽ പാർട്ടി പരിപാടികളിൽ ഒന്നും മദ്യപിച്ച് പങ്കെടുക്കരുത്. അല്ലാത്തപ്പോഴൊക്കെ മദ്യപിക്കുക. വീട്ടിൽ കൊണ്ടുവന്നിട്ട് 2 അടിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മരുന്ന് കഴിക്കുന്ന മാതിരി യൂറോപ്യൻസൊക്കെ കഴിക്കുന്ന പോലെ, അമേരിക്കക്കാരെ കഴിക്കുന്ന പോലെ മദ്യപിക്കാം എന്നുള്ള വളരെ ഉദാരമായ ഒരു സമീപനം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കാനുള്ള സന്മനസ് കാണിച്ച CPI-യുടെ നേതാക്കന്മാരെ എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാവില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ സമ്മേളനങ്ങളിൽ പോലും രാത്രി ഡിന്നർ കൊടുക്കുന്നതിന് മുമ്പ് ഒരു 2 പെഗ് വെച്ച് കൊടുക്കുന്നതിന് തെറ്റില്ല എന്നുള്ള അഭിപ്രായമാണ്. കാരണം ഇവരെ ബുദ്ധി വികസിക്കും. ഇപ്പോൾ പൊതുവെ ബുദ്ധി കുറവാണ് CPI-ക്കാർക്ക്. ബിനോയ് വിശ്വത്തിനൊക്കെ ശരിക്കും 2 അടിക്കേണ്ട അത്യാവശ്യമുണ്ട്. അടിക്കാറുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം പണ്ട് ഹൈവേ വികസനത്തിന് വേണ്ടിയിട്ട് മരം മുറിക്കുമ്പോൾ, ഹൈവേ വികസിക്കുമ്പോൾ മരം റോഡിനെ നടക്കാൻ നിൽക്കണതേ. അപ്പോൾ ഇയാൾ ഭയങ്കര പ്രകൃതി സ്നേഹിയായിട്ട് അന്ന് മന്ത്രിയായിരുന്നു തോന്നുന്നുണ്ട്. ഈ മരത്തുമ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് എന്നെ കൊല്ലാതെ ഈ മരം മുറിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അതിൽ നമ്മളെ ശിവൻകുട്ടി ജീവിതത്തിൽ ആകെ ചെയ്തൊരു നല്ല കാര്യം. ശിവൻകുട്ടി അന്ന് തിരുവനന്തപുരം മേയറായിരുന്നു തോന്നുന്നുണ്ട്. ശിവൻകുട്ടി ഈ സമര കോലാഹലങ്ങളുടെ വാർത്തയൊക്കെ കേട്ടിട്ട് എത്തിയപ്പോൾ മാധ്യമങ്ങൾ മുഴുവൻ ഇയാൾക്ക് കെട്ടിപ്പിടിച്ചാൽ ഒതുങ്ങാത്ത വലിയ മര. ഹൈവേ ആണ് വികസിപ്പിക്കേണ്ടത്, അതിൻ്റെ നടുക്കാണ് ഈ സാധനം കിടക്കുന്നത്. ഇത് മുറിച്ച് കളയാതെ വികസിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇയാൾ കപട പ്രകൃതി സ്നേഹം വന്നു. ഒരൊറ്റ ഒന്ന് കരണക്കുറ്റിക്ക് ശിവൻകുട്ടിയുടെ കൊടുത്തു. ബിനോയ് വിശ്വല്ലേ മോങ്ങിക്കൊണ്ടം കയറിപ്പോയി. ശിവൻകുട്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ശിവൻകുട്ടി ചെയ്ത ഏറ്റവും നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ ആദ്യം കരുതിയത് ഈ ബിനോയ് വിശ്വം വലിയ സംഭവമാണെന്നാണ്. പിന്നെയല്ലേ മനസ്സിലായത്. കാനൻ രാജേന്ദ്രൻ മരണത്തിന് മുമ്പ് മരണമൊഴി തന്നു, സുനീറിന് രാജ്യസഭാംഗം കൊടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഒസ്യത്ത് എഴുതി വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഇപ്പോൾ CPI-ക്കകത്ത്. അതൊക്കെ കൊണ്ടുവന്ന ആളാണ് ഈ ബിനോയ് വിശ്വം. ഊതി വീർപ്പിച്ചൊരു ബലൂൺ എന്നുള്ളതിനപ്പുറത്ത് ബിനോയ് വിശ്വം ഒന്നുമല്ല എന്നുള്ളത് ബിനോയ് വിശ്വം തെളിയിച്ചു കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നവയുഗം വാരികയുടെയും അതേപോലെ തന്നെ ജനയുഗത്തിൻ്റെയും ഒക്കെ ചുമതല ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ ഗൾഫിലാകുമ്പോൾ ഞങ്ങൾ തമ്മിൽ പലവട്ടം സംസാരിച്ചിട്ടുണ്ട്. അവിടുത്തെ ജനയുഗത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു ലെറ്ററും തന്നിരുന്നു. ഇന്ത്യൻ മീഡിയ ഫോറത്തിലേക്ക് എന്നെ ജനയുഗം പത്രത്തിൻ്റെ പ്രതിനിധിയായിട്ട് നിയോഗിച്ചുകൊണ്ടുള്ള അതൊക്കെ അവിടെ ഉണ്ട്. പിന്നീട് രാജാജി മാത്യു തോമസ് വന്നു. മൂപ്പര് കുറച്ചുകൂടി സ്ട്രോങ്ങിലായിരുന്നു നിന്നിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം അകാലത്തിൽ മരണപ്പെട്ടു. എന്തായിരുന്നാലും പറ്റിയാൽ സമ്മേളനത്തിൽ രാത്രി ഭക്ഷണത്തിൻ്റെ കൂടെ ഈ 2 പെഗ് കൂടി വിളമ്പുന്നത് നന്നായിരിക്കും എന്ന അഭിപ്രായം പങ്കുവെച്ചുകൊണ്ട്
CPIയുടെ ലിബറലിസം എന്ന നയം, ഈ ഉദാരവൽക്കരണ സമീപനത്തോട് ഉള്ള എല്ലാവിധ ഐക്യദാർഢ്യങ്ങളും പ്രഖ്യാപിക്കുന്നു. ജയ് ജവാൻ, ജയ് CPI.